ടോയ്സുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ചെറുക്കന് അവന്റെ അച്ഛൻ സംസാരിക്കുന്ന കുറച്ച് ടോയ്സുകളെ വാങ്ങിക്കൊടുക്കുന്നു. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മൊത്തം അത് റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ ശരിക്കും മണ്ടടിച്ചു പോയി. മനുഷ്യരൂപമല്ലാത്ത ഈ ടോയുടെ പേരായിരുന്നു ആർച്ചർ. രാത്രി ആ ടോയ് തന്റെ പേര് വിളിച്ച് സംസാരിക്കുന്ന കേട്ടപ്പോൾ ഇവന് അതിന് ജീവനുള്ള കാര്യം മനസ്സിലായി. തിരിച്ച് കടയിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടോയ്കളൊന്നും കാണാനില്ല. രാത്രി തന്നെ അതിനൊക്കെ ജീവൻ വെച്ച് എല്ലാവരും കവർ പൊട്ടിച്ച് വെളിയിലേക്ക് പോയിരുന്നു. ഇവൻ ഈ മരത്തിന് മേളിൽ കയറിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ചെറുക്കൻ പോകുന്ന ഓരോ റൂട്ടുകളും തന്റെ യജമാനെ വിളിച്ച് പറയാൻ വേണ്ടിയാണ്. എങ്കിലേ അവർക്ക് അവന്റെ ബാഗിരിക്കുന്ന ആർച്ചറെ കൈക്കലാക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ഒരു പടയാളിയെ അവന്റെ അടുത്തേക്ക് അയച്ചു. എങ്ങനെയൊക്കെയോ ആ സൈക്കിളിൽ ലോക്കിട്ടതായിരുന്നു പിടിച്ചു കയറാൻ വേണ്ടി. പക്ഷെ പുറകെ വന്ന ഈ പട്ടി എല്ലാം നശിപ്പിച്ചു. മറ്റവന്റെ ചെരുപ്പിൽ പിടികിട്ടിയതുകൊണ്ട് സൈക്കിളിന്റെ ടയർ വരെ അവൻ കൊണ്ടെത്തിച്ചു. സീറ്റിന്റെ മുകളിൽ കയറി ബാഗ് തുറന്ന് ആർച്ചറിനെ എടുക്കാൻ പോവുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് സൈക്കിൾ ഹമ്പിൽ വീണപ്പോ ചെയിനിൽ തട്ടി പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയ അവന്റെ ബോഡി 2 പീസായി. എന്നിട്ടും ആ വില്ലന്മാർക്ക് മതിയായില്ല. അവർ രാത്രി അവന്റെ വീട്ടിൽ കയറി ആർച്ചറിനെ അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിക്കുന്നു. ദേഷ്യം വന്ന ആ പയ്യൻ അവന്മാർ ആർച്ചറിനെ കൊല്ലാൻ ശ്രമിച്ച രീതിയിൽ അതിലോത്തിനിട്ട് പണി കൊടുക്കുന്നു.